അപ്പോൾ ആ ചേരയിൽ അമ്മ പൊട്ടിയ കുപ്പിക്കഷ്ണം എടുത്തു വെച്ചു. അത് അച്ഛൻ കണ്ടപ്പോൾ അച്ഛന് ദേഷ്യം പിടിച്ചു. ഇതെന്തിനാ പാനു ഇത് ഈ പൊട്ടിയ കഷ്ണം കുപ്പിക്കഷ്ണം എന്തിനാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛന് അത് എടുക്കുകയും പുറത്തേക്ക് ഒരൊറ്റ ഏറും വെച്ചു കൊടുത്തു. ആ എറിഞ്ഞപ്പോൾ അതിലൊരു കഷ്ണം വന്ന് എൻ്റെ നെറ്റിയെ തറച്ചു. അതാണ് മുറിഞ്ഞത്. അപ്പം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം തന്നെ എൻ്റെ അച്ഛന് എന്നെ, ചെറിയ കുട്ടിയാണ്, 2.5 3 ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുവാണ്. അന്ന് അടുത്തൊന്നും ആശുപത്രിയോ അങ്ങനെയുള്ളതൊന്നും ഇല്ല, വൈദ്യന്മാരാണ് കൂടുതലുള്ളത്. അപ്പൊ അല്ല അമ്മൂമ്മ, അതാണ് അമ്മൂമ്മ പണ്ട് പറയുള്ള നെറ്റിയിലുള്ള ഒരു പാട് ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. നെറ്റിയിലല്ല, കവിളിലാണ്. നെറ്റിയിലല്ല, ഇപ്പോഴും ഉണ്ട്. കവിളിൽ ചിത്രശലഭം പോലെ ഒരു പാട് കാണുന്നില്ലേ, അതാ കുപ്പിക്കഷ്ണം വന്ന് തറച്ച പാടാ അത്. എന്നിട്ട് വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛന്, അതാണ് എനിക്ക് എപ്പോഴും അതിലേറ്റവും ഓർക്കുന്ന കാര്യം. അച്ഛൻ എന്നെ തോളയിൽ, എളിയിലൊന്നും എടുത്ത് വെച്ചോണ്ടല്ല, സൈക്കിളിലല്ല, വണ്ടിക്കല്ല, ഇന്നാണ് കാറുണ്ട് അല്ലെങ്കിൽ സൈക്കിളിൽ വെച്ചുകൊണ്ട് പോകും. അന്ന് അച്ഛന് എന്നെ ഇങ്ങനെ തോളയിലെടുത്ത് വെച്ചിരിക്കുക. ഞാൻ എൻ്റെ കാലിങ്ങനെ മുമ്പോട്ടിട്ട് അച്ഛൻ ഇങ്ങനെ പിടിച്ചിരിക്കുക തോളയിൽ. അങ്ങനെ കുറേ ദൂരം പാടത്തോട് നടന്ന് പോകുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പോയി ഈ വൈദ്യൻ്റെ അടുത്ത് ചെന്ന്, പിന്നെ ഞാൻ ഓർക്കുന്നില്ല. വൈദ്യൻ്റെ അടുത്ത് വരെ എത്തുന്നത് ഓർക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് തുന്നിക്കെട്ടി. ആ തുന്നിക്കെട്ടിയതുകൊണ്ടാണ് ഇവിടെ ചിത്രശലഭം പോലെ കവിടയിൽ ആ പാടുള്ളത്. പക്ഷെ തുന്നിക്കെട്ടിയതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇങ്ങനെ തോളയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. എന്നിട്ട് തുന്നിക്കെട്ടി എല്ലാം വീട്ടിൽ തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നതും ഓർക്കുന്നില്ല, ഒന്നുമില്ല. അതൊരു ഓർമ്മയാണ്. ഈ പാടത്തൂടെ എന്നെ തോളെ വെച്ച് അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ. അപ്പോൾ അത് 2.5 2.25 വയസ്സുള്ള ഓർമ്മയാണ്. പിന്നെ എൻ്റെ ഓർമ്മ ഉള്ളത്, ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഒരു ഭയം നിറഞ്ഞ മനസ്സ് ചെറുതിലേ മുതൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുക അതിന് കാരണം, ഇപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴും എനിക്ക് ആ ഭയത്തിൻ്റെ സ്വഭാവമുണ്ട്. ഒരു ഭയം നിറഞ്ഞ മനസ്സ് ഇപ്പോഴും ഉണ്ട് എനിക്കത്. നിങ്ങൾക്ക്, എൻ്റെ കൊച്ചുമക്കൾക്ക്, നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ കുട്ടികളെ വളർത്തുമ്പം ഇങ്ങനെ പേടിപ്പിച്ച് വളർത്താൻ പാടില്ല എന്ന് എനിക്കൊരു തോന്നല്. കാരണം കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയും കുട്ടികളെ ശാഠ്യം പിടിക്കുമ്പോഴും ഒക്കെ രാത്രി കാലങ്ങളിലൊക്കെ, ഒന്നാമത് കൂടെ നമ്മുടെ അടുത്തൊന്നും ആരും കാണുകയല്ലോ. അപ്പോൾ കാട്ടുപൂച്ച വരുന്നു, കാട്ടുമാക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ ഭയം കടന്നുകൂടുകയാണ്. ആ ഭയം എപ്പോഴും ഉള്ളിലുണ്ട്.